ഇത് ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹൈഡ്രോപോണിക് ഫാമാണ്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ് 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ടച്ച് ബക്കറ്റ് സിസ്റ്റം ഉണ്ട്, 2 NFT സിസ്റ്റം ഉണ്ട്. NFT തന്നെ 2 കണ്ടെയ്നറിനകത്താണ് NFT ചെയ്യുന്നത്. അത് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് കണ്ടെയ്നറാണ്, സൺലൈറ്റ് കിടക്കില്ല. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഗ്രോ ലൈറ്റ് കൊടുത്തിട്ട് ആ ഗ്രോ ലൈറ്റിൻ്റെ കീഴിലായിരിക്കും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡച്ച് ബക്കറ്റ് സിസ്റ്റം വരുമ്പോൾ ഡച്ച് ബക്കറ്റ് വരുന്നത് പോളിഹൗസിലാണ്, പാഡ് ആൻഡ് ഫാൻ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെജിറ്റബിൾസ് ആണ് ചെയ്യുന്നത്. ചെറി ടൊമാറ്റോ, ചില്ലി, ക്യാപ്സിക്കം അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത്. NFT സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. അതിൽ നമുക്ക് ഹെർബ്സും ഉണ്ട്, അതുപോലെ ലീഫി പ്ലാന്റ്സും ഉണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നറാണ്. ഇതിനകത്ത് ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രോ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ എല്ലാം ഗ്രോ ലൈറ്റിന് കീഴിലാണ് ഈ പ്ലാന്റ്സിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ലെറ്റ്യൂസ്, അതുപോലെ സ്പൈനാഷ്, പാലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 24 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ 2 AC നമുക്കിവിടെ കണ്ടിന്യൂസ്ലി 2 AC വർക്കിംഗ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ പമ്പും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് ആണ്, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റൺ ചെയ്യും. ഇത് നമ്മൾ വെജിറ്റബിൾസ് ചെയ്യുന്ന പോളിഹൗസ് ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ആണ്. ഇത് പേപ്പർ പാടാണ്. ഈ പാഡിലേക്ക് നമുക്ക് ടാങ്കിനകത്ത് പമ്പ് ചെയ്ത് വെള്ളം വരുന്നു. വെള്ളം പമ്പ് ചെയ്ത് തന്നു കഴിയുമ്പോൾ ഈ പാഡ് നനയും. പാഡ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല കൂളിംഗ് ആയിരിക്കും. ഈ പാഡിൽ നിന്ന് നമ്മുടെ എക്സോസ് ഫാൻ വഴി ഇതിനകത്ത് കൂളിംഗ് നമ്മൾ പോളിഹൗസിനകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ എക്സോസ് ഫാൻ ഇതിനകത്ത് എയർ വെളിയിലേക്ക് തള്ളുമ്പോൾ ഇതിൻ്റെ കൂളിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂളിംഗ് ആയിട്ടുള്ള ആ ഒരു തണുത്ത കാറ്റ് ഇതിനകത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് നമ്മുടെ പോളിഹൗസ് നമുക്ക് കൂൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോഗർ സിസ്റ്റം നമുക്കുണ്ട്. അങ്ങനെയാണ് ഈ 2 രീതിയിലാണ് നമ്മൾ പോളിഹൗസ് കൂൾ ചെയ്യുന്നത്. ഇതാണിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ. ഇതിനകത്ത് ലെറ്റ്യൂസാണ്, ഇപ്പോൾ ലെറ്റ്യൂസാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്പൈനാച്ച് ഉണ്ട്, പാലക്ക്, അർഗുള അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്. ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റ് കിടക്കില്ല. അതുകൊണ്ട് ഗ്രോ ലൈറ്റാണ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഗ്രോ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രോ ലൈറ്റിൻ്റെ കീഴിലാണ് ഈ പ്ലാന്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 AC ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ പമ്പിലെ സിസ്റ്റം, അതായത് NFT സിസ്റ്റം ഫുള്ള് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ഇതിൻ്റെ ന്യൂട്രിയൻറ്റും pH-ഉം EC-യും എല്ലാം ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നമ്മുടെ 2 കണ്ടെയ്നറിൽ ഒന്ന് നമുക്കിപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വരുന്നത് ഹെർബ്സാണ്. ഹെർബായിട്ട് നമുക്ക് ഇറ്റാലിയൻ ബേസിൽ അങ്ങനെയുള്ള ബേസിൽ പോലുള്ള ഹെർബ്സാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റേത് ലീഫിയാണ്. അതുപോലെ പോളിഹൗസ് നമ്മുടെ വെജിറ്റബിൾസ് ആണ്. അതായത് ചെറി ടൊമാറ്റോ, ചില്ലി, ക്യാപ്സിക്കം അങ്ങനെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ പോളിഹൗസിൽ ചെയ്യാം. ഇതിൽ വരുന്നത് ഹെർബ്സും അതിൽ വരുന്നത് നമുക്ക് ലീഫി വെജിറ്റബിൾസാണ് വരുന്നത്. ലെറ്റ്യൂസ്, പാലക്ക അങ്ങനെയുള്ള ലീഫി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും വരുന്നത്.